ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും റിച്ചു ടോക്സ് ആൻഡ് ആഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു ജിമിക്കി കമ്മലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ ഉപയോഗശൂന്യം വലിച്ചെറിയുന്ന നമ്മളെ മൂക്കിലിട്ടിക്കുന്ന മരുന്നും ചെവിയിലിട്ടിക്കുന്ന മരുന്നെല്ലാം ഉണ്ടല്ലോ, അതിൻ്റെ ക്യാപ്പായിട്ട് വരുന്ന ഈ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അതിന് നടുവിലായിട്ട് സെൻട്രലായിട്ടൊരു ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലൊരു പിന്നെടുത്തിട്ടുണ്ട്. അത് ചൂടാക്കി കൊടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്നായിട്ട് തന്നെ നമുക്കൊരു ഹോള് ആയിട്ട് വരും. അതിന് ശേഷം അതിന് ഞാൻ ഇതുപോലൊരു സ്റ്റോൺ ചെയിൻ എടുത്തിട്ട് അതിൻ്റെ പാകത്തിന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് 7,000 ഗ്ലൂ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ സ്റ്റോൺ ചെയിൻ അതിന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം അത് നല്ല വൃത്തിക്ക് തന്നെ ലെവലാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിതാ അതേ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് റൗണ്ട് ഷേപ്പിലുള്ള കുന്ത സ്റ്റോൺ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അതേ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ വരുന്ന വൈറ്റ് കട്ട് ബീഡ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഫുള്ളായി ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളെ ബോൾ ചെയിൻ ഉണ്ടല്ലോ, അതും ഇതുപോലെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ടൈപ്പ് മുത്തും ഈ ഒരു ടൈപ്പ് ചെയിനല്ലേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവൽ കുറച്ച് കളർഫുള്ളായിട്ടുള്ള ബീഡ്സ് എല്ലാം ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും ഒരു ഭംഗി കിട്ടിയേനെന്ന് തോന്നുന്നു. ഇതും അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു ബോൾ ചെയിനെല്ലാം ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ട്രയാങ്കിൾ ഷേപ്പിലുള്ള കുന്ത സ്റ്റോൺ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള കുന്ത സ്റ്റോണിൻ്റെ ഇടയ്ക്കായിട്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള കുന്ത സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ കുന്ത സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നേരത്തെ ഒട്ടിച്ചിട്ടില്ലേ ആ ഒരു കട്ട് ബീഡ്, വൈറ്റ് കട്ട് ബീഡ്, അത് തന്നെയാണ് ആടെ ഒട്ടിക്കുന്നത്. ബാക്കി വരുന്ന ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ബീഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, വൈറ്റ് കളറ്. നമ്മൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ആരും പറയില്ല കേട്ടോ ഇതുപോലെ വേസ്റ്റ് ആയിട്ടുള്ളൊരു മരുന്ന് കുപ്പീൻ്റെ അടപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന്. അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ എല്ലാം ഒട്ടിച്ച് കുറച്ച് സമയം ഉണങ്ങാൻ വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്തിലൂടെ ഒരു കുറച്ച് നീട്ടത്തിലുള്ളൊരു ഐപ്പിൻ എടുത്തിട്ട് അടിഭാഗത്തൂടെ ഇട്ടു. അതിൽ ഒരു വൈറ്റ് കളർ മുത്തും കൂടെ ഇട്ടിട്ട് ഇതുപോലെ വളച്ച് കൊടുക്കുന്നുണ്ട്. താഴ്ഭാഗത്തായിട്ട് കുറച്ച് ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഐപ്പിന് ഉൾഭാഗത്തേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. 7,000 ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് ഉണങ്ങാൻ മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള സ്റ്റഡ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് OTP ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒരു വൈറ്റ് കട്ട് ബീഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ചുറ്റുമായിട്ട് ബോൾ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഇതുപോലെ സ്റ്റോൺ ചെയിനും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഡ്രോപ്പ് ഷേപ്പിലെ കുന്ത സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പകുതി ഭാഗം മാത്രമേ ഈ ഒരു കുന്ത സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. ബാക്കി ഭാഗത്തായിട്ട് നമ്മൾ കട്ട് ബീഡാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. വൈറ്റ് കളർ കട്ട് ബീഡും ഇതുപോലെ ബാക്കി ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കമ്മൽ ഒരു 10 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് എളുപ്പമാണ്. പക്ഷേ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്ന ഒരു അടിപൊളിയാണ്. നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങിക്കുമ്പോൾ നല്ല പൈസ കൊടുത്തിട്ട് മേടിക്കേണ്ടി വരും. അത്രയ്ക്കും ഒരു നല്ല കമ്മലാണ്. ഇത് കുറച്ച് സമയം ഉണങ്ങാൻ വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ബാക്കി വരുന്ന ഷീറ്റ് ഉണ്ടല്ലോ, OTP ഷീറ്റ്, അത് മുറിച്ച് മാറ്റാം. അതിൻ്റെ അടിഭാഗത്തായിട്ട് സെൻറ്ററിൽ ഇതുപോലെ
ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ഈ ഒരു ഐപ്പിൻ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ശേഷം നമുക്കൊരു സ്റ്റഡും കൂടെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അത് ഒട്ടിച്ചതിന് ശേഷം കുറച്ച് സമയം അങ്ങോട്ട് ഉണങ്ങാൻ മാറ്റി വെക്കാം. അപ്പം നമ്മൾ നേരത്തെ ജിമിക്കി കമ്മൽ വെച്ചിട്ടില്ലേ, അതിൻ്റെയൊക്കെ ഹാങ്ങിങ് ഇവിടെ റെഡിയാക്കുക. ഇതുപോലൊരു പിന്നെടുക്കുക, അതിലേക്കൊരു ഗോൾഡ് മുത്തിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു വൈറ്റ് മുത്തും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വളച്ചെടുക്കുന്നുണ്ട്. ഇതുപോലത്തെ കുറച്ചെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഒന്ന് കണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാത്തിനും ചെയ്തു കൊടുക്കുക. ഇങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം നമ്മളെ സ്റ്റഡിലേക്ക് ഈ ഒരു ജിമിക്കി കമ്മൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും പണിയിലും അടിപൊളിയായിട്ടുള്ളൊരു കമ്മലായിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വെറും വേസ്റ്റ് ആയിട്ടുള്ള സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ.